പാറുവേ നീ മിഠായി മേടിക്കാൻ പോയപ്പോൾ കണ്ട ചുമ്മാ കിടന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഫോൺ ഇങ്ങട്. ആ എടാ നീ ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കോ ഇപ്പോഴേ. തുടങ്ങാം. പാറുവേ നീ മിഠായി മേടിക്കാൻ പോയപ്പോൾ കണ്ട ഒരു അമ്മൂമ്മ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അമ്മൂമ്മ എവിടെ? അവിടെ അവിടെയോ? അയ്യോ പാവം. ഞാൻ വിളിക്കട്ടെ? അമ്മേ, പ്രായമായ അമ്മുമ്മേ. എന്താ മക്കളെ? അമ്മേ, അമ്മ എവിടുന്നാ? എവിടുന്നോ വന്നു, എങ്ങോട്ടോ പോന്നു. അമ്മയുടെ കൂടെ ആരും ഇല്ലേ? പണ്ട് എല്ലാരും ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ല. അമ്മുമ്മയുടെ വീട് എവിടെയാ? അങ്ങ് പാഴൂര് വഴി, പിറവം വഴി, കോട്ടയം വഴി പോണം. അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? 2 ദിവസമായി വല്ലോ കഴിച്ചിട്ട്. 2 ദിവസം? 2 ദിവസം. വെള്ളം കുടിച്ചായിരുന്നോ? ഒന്നും കുടിച്ചിട്ടില്ല. ആരും ഒന്നും തന്നില്ലേ? ഇല്ല, ഒന്നും തന്നില്ല. അമ്മുമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? അമ്മേ, നല്ല വസ്ത്രവും ഭക്ഷണവും ഒക്കെ തരാം അമ്മേ. അമ്മ വരുന്നുണ്ടോ? പിന്നെന്താ വരാ. എന്താ അമ്മയുടെ പേര്? അമ്മയുടെ പേരെന്തുവാന്ന്? പാവം. കണ്ടോ, പേര് കേൾക്കുമ്പോ തന്നെ കുട്ടികൾക്കൊക്കെ പാവം തോന്നുവാ. അമ്മുമ്മേ, ഞങ്ങളെ ഒരു മേക്ക് ഓവർ ടീമാ. അമ്മുമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അതെന്ത് ടീമാ? അമ്മേ, ഞാനൊരു ബ്യൂട്ടീഷ്യനാ. എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിന്റെ പേരാണ് ക്യൂട്ട് ബേബീസ്. എന്തോന്നാ, കൂട്ടു ബേബിയോ? ആ, ക്യൂട്ട് ബേബീസ്. അല്ല, ഉടായിപ്പുവാന്നോ? അങ്ങനെയൊന്നും അല്ല അമ്മേ, ഞങ്ങൾ കൊണ്ടുപോയി വളരെ ചെറുപ്പമാക്കി തരാം. പണ്ട് ഞാൻ വയറ്റിലെ ഇരിക്കുമ്പോഴേ ഇതുപോലൊരു ടീം വന്നു, എന്നെ വിളിച്ചോണ്ട് പോയി. 10 മിനിറ്റ് അവരെന്റെ മോന്തയ്ക്ക് എന്തൊക്കെയോ ചെയ്തു. അയ്യോ, കുറച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ മോന്തായും എല്ലാം അങ്ങോട്ട് നീറാൻ തുടങ്ങി. പിന്നെ ഞാൻ അവന്മാരെ ഒരു പറമ്പേര് പറപ്പിച്ചു. അതുപോലുള്ള ടീം വല്ലോ ആണോ? അയ്യോ, അങ്ങനത്തെ ഒന്നും അല്ല. ഞങ്ങള് റിയൽ ടീമാ. ഞങ്ങൾ അമ്മയെ ചെറുപ്പമാക്കി തരും. അമ്മേ, നമുക്ക് പോവാം. എന്നാ പിന്നെ നമുക്ക് പോവാം. നമുക്കെന്താ പോവാം. എണീറ്റ് അപ്പൊ തന്നെ ഫ്രെയിം ഔട്ട് പോണേ. വീഴല്ലേ? ആ ബാണ്ടക്കെട്ട് എന്റെ. എന്തോ നമ്മ ഇത് ഒന്ന് വിറയ്ക്കാൻ പറഞ്ഞപ്പോ എന്തൊരു വിറയിലായിരുന്നു. ഇങ്ങനെ മേക്ക് ഓവർ ആയിട്ട് അടുത്ത മേക്ക് ഓവറിലോട്ട് പോകുമ്പോ ഈ വിറയിലില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവൂലേ നമ്മൾ ഉടായിപ്പാണെന്ന്. ഞാൻ എന്റെ കൈ നിട്ട് കുറച്ചിട്ടിട്ട് വാരി എല്ലാരും ഇട്ടത് ഞാൻ കണ്ട്. എന്തൊരു ഓവർ ഇത്, ഒരുമാതിരി സ്കൂൾ നാടകം കാണാനിരുന്നു. അതെ, ഞാൻ നാച്ചുറൽ ആയിരുന്നു. ഭയങ്കരം കിണ്ണം. ഞാൻ കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. ഒരുമാതിരി ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടോലുള്ള വിറയിലായിരുന്നു. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 2 ദിവസമായി കഴിച്ചിട്ടെന്ന്. അങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത്? എന്താ പഠിപ്പിച്ചു വിട്ടെ? ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചില്ലെന്ന് വേണ്ട പറയാൻ. അങ്ങനെ അതിച്ചിരി കുറച്ച് കൈ നിട്ടിട്ടെന്ന് പറഞ്ഞതാ. കൈ നിട്ട കാര്യം പറഞ്ഞപ്പോഴാ വേറെന്തോ ഒരു കാര്യം കൂടെ കൈ നിട്ടായിരുന്നല്ലോ. പറഞ്ഞായിരുന്നോ? എന്താ നിങ്ങൾ എന്തൊരു തട്ടിക്കൂട്ട് പരിപാടിയാണോ? പിന്നെ മറ്റേ വയറ്റില അമ്മ ഇപ്പൊ വയറ്റില പോയത്. അന്നേരത്തെ അന്നേരം ഒന്ന് അഭിനയിച്ചൊന്നൊന്ന് ജീവിച്ചതാ ഞാൻ. വല്ലാത്ത ജീവിതമായിരുന്നു. ഞാൻ അമ്മൂമ്മയെ പോയി. എന്റെ അമ്മ ഇതൊക്കെ കേട്ട ആൾക്കാർ വിശ്വസിക്കോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കോലം കെട്ടിയത്. ഇനി എന്താ വേണമെന്ന് ഞാൻ പറയും. വേണ്ട, ഈ മേക്ക് ഓവർ നന്നായില്ലെങ്കിൽ, എൻ്റെ മേക്ക് ഓവറേ നന്നായില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എല്ലാത്തിനെയും ഞാൻ പഞ്ഞിക്കിടും. പിന്നൊരു കാര്യം, ഈ വീഡിയോ വൈറലാവുമല്ലോ, അതിനകത്ത് നിന്ന് വരുമാനം കിട്ടുമല്ലോ. ആ വരുമാനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ ഉടായിപ്പായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു
വീഡിയോ ചെയ്യും, മനസ്സിലായോ? എന്നിട്ട് ആ വീഡിയോ ഞാൻ ലോകം മൊത്തം കാണിക്കും. ഇതിപ്പോ നമ്മള് പെട്ടാ എന്തോ വരണടുത്ത് വെച്ച് കാണാം. എന്തേ വരുന്നില്ലേ? പുതിയ മേക്ക് ഓവർ ചെയ്യണ്ടേ? ഇങ്ങോട്ട് വാ. എന്റെ പഴയ രൂപം എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വാ ഇങ്ങോട്ട്. ബ്യൂട്ടീഷ്യൻ ചെല്ല്, പുറകെ വരാം. വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.